നമ്മൾ മലപ്പുറത്തൊരു കല്യാണത്തിന് പോവാണ്. എന്നെ ഈ കല്യാണം വിളിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. എന്നാലും നമ്മൾ കല്യാണത്തിന് പോവാണ്. 2 ദിവസമായി ഉറങ്ങിയിട്ട്. കാരണം തൃശ്ശൂർ പൂരം കഴിഞ്ഞ് നേരെ എറണാകുളത്ത് പോയി അവിടെ നിന്ന് ഈ ഡ്രസ്സ് മേടിച്ചിട്ടാണ് നമ്മൾ അടുത്ത ട്രെയിൻ കയറി മലപ്പുറത്തിന് പോയത്. ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ബിസ്ക്കറ്റാണ് കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് ഒരു ചിക്കൻ സമൂസയും കഴിച്ച് നേരെ ചെറുക്കന് മേടിക്കാനുള്ള ഡ്രസ്സും മേടിച്ചു. അവിടെ ചെന്നപ്പോൾ ഇനി ഈ ഡ്രസ്സ് വേണം. പിന്നെ എൻ്റെ പോലത്തെ മാച്ചായിട്ടുള്ള ഡ്രസ്സ് ഇട്ടോട്ടെ എന്ന് വിചാരിച്ച് ഇതെടുത്ത്. ഇതാണ് നമ്മുടെ ചെറുക്കൻ വിചാരിച്ചിട്ടേ ഇല്ല നമ്മൾ വരുമെന്ന്, പ്രത്യേകിച്ച് ഞാൻ, കാരണം എന്നെ കല്യാണം വിളിച്ചിട്ടില്ലല്ലോ. എൻ്റെ ആദ്യത്തെ വിളിക്കാത്ത കല്യാണത്തിൻ്റെ സദ്യയാണിത്. സദ്യയല്ലല്ലോ, ബിരിയാണി. മലപ്പുറത്ത് അടിപൊളി ഫുഡ്. ഇത് കഴിക്കാൻ വേണ്ടിയാണ് വിളിക്കാത്ത കല്യാണത്തിനാണ് ഞാൻ വന്നത്. ഇവിടുന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് പോയത് 4 മണിക്കത്തെ ട്രെയിനിന് തിരിച്ചു പോരാനാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം മൂലം നമുക്ക് 2 മണിക്കത്തെ ട്രെയിനിന് പോരേണ്ടി വന്നു. അന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നതും പോകുന്നതും ഒന്നും ആരും അറിഞ്ഞിട്ടില്ലെന്ന് സാരം. ഇവിടുന്ന് ട്രെയിൻ പിടിച്ച് നേരെ ഷൊർണൂർ ചെന്ന് പിന്നെ ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ പിടിച്ച് വേണം നമുക്ക് എറണാകുളത്തിന് പോകാൻ. പക്ഷേ ഈ ട്രെയിനുകൾ തമ്മിൽ ആകെ ഒരു 10 മിനിറ്റിന് വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കിട്ടുമോ എന്നുള്ള ആലോചനയിലാണ് ആക്കി. ട്രെയിൻ കിട്ടുമോ നിലമ്പൂർ? അയ്യോ, കിട്ടുമെന്ന് പറ. നമുക്ക് വേണ്ടത് നിലമ്പൂർ എക്സ്പ്രസ് ആയിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ അവരെ പിടിച്ചിട്ട് നമ്മളെ കയറ്റി വിട്ട്. അതുകൊണ്ട് നമുക്ക് ആ ട്രെയിൻ കിട്ടി. പിന്നെ ഇത് ഭാരതപ്പുഴയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിൻ്റെയും വ്യൂവും കണ്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അതേപോലെ ലൈക്ക് ചെയ്തേക്കണം, പറ്റിയ ഷെയർ കൂടെ ചെയ്തേക്കും.